നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താണ് അബോർഷൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തുമാത്രം ക്രൂരമാണ് ആ പ്രൊസീജിയർ എന്നും ശരിക്കും ഒരു മനുഷ്യ വ്യക്തിയെ തന്നെ ഡിസ്മെമ്പർ ചെയ്യുക, ഡീക്യാപിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്രമാത്രം മൃഗീയമായിട്ട് ഒരാളെ കൊല്ലാമോ അത്രമാത്രം മൃഗീയമായിട്ട് അതിൽ നമ്മൾ കണ്ടു. ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അബോർഷനെ കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പ്രോ ചോയ്സുകാർ വാദങ്ങളായിട്ട് വരുമ്പോൾ ആ ക്ലെയിംസിനൊക്കെ നമുക്ക് എങ്ങനെ വളരെ സൗമ്യമായിട്ടും ഫാക്ച്വലായിട്ടും ആൻസർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു ചെറിയൊരു തോട്ട് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഹൂ ഈസ് എ ഗുഡ് ടീച്ചർ? എ ഗുഡ് ടീച്ചർ ഇസ് ദ വൺ ഹൂ ഈസ് ആക്ച്വലി ഇൻസ്പയറിംഗ് ആൻഡ് ഇൻഫോമിംഗ്. നല്ല നല്ല ചിന്തകൾ വഴി നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് ഉണർത്തുന്ന, തൻ്റെ തന്നെ സ്വഭാവ രീതിയിലൂടെയും ജീവിതശൈലിയിലൂടെയും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഗുഡ് ടീച്ചർ. ജീസസ് ക്രൈസ്റ്റ് ഇൻഫോംഡ് ആൻഡ് ഇൻസ്പയർഡ് പീപ്പിൾ ടു ചേഞ്ച് ദ വേ ദേ തോട്ട് ആൻഡ് ടു ചേഞ്ച് ദ വേ ദേ ബിഹേവ്. ക്രിസ്തു ചോദിച്ചതുപോലെ നല്ല ചോദ്യങ്ങൾ വഴി, നല്ല ഉപമകൾ വഴി നമ്മുടെ ചിന്തകൾ ഉണർത്താനും സ്വന്തം ജീവിതശൈലിയിലൂടെ അവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അബോർഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴായാലും ഈ ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേ വി സ്പീക്ക്, ദ ഹ്യൂമിലിറ്റി ദറ്റ് വി ഹാവ്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത, അതെല്ലാം തന്നെ മതിയാവും ഒരാൾക്ക് തൻ്റെ ചിന്താഗതിയെ ഒന്നുകൂടി ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാനായിട്ട്. ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ദ നമ്പർ 1 ക്ലെയിം, ഇറ്റ് ഈസ് ഹെർ ബോഡി ഹെർ ചോയ്സ്, ദ റൈറ്റ് ടു ചൂസ് എന്നുള്ള സാധനം. ഈ ഒരു ചോദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യത്തെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയാളോട് ചോദിക്കും, ഡു യു ബിലീവ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്? നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള സാധനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100% ആൾക്കാരും പറയുന്നത് യെസ്, ഐ ബിലീവ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. ദ ക്വസ്റ്റ്യൻ ഇസ് ദെൻ, വെൻ ഡസ് ദ റൈറ്റ് ഓഫ് എ ഹ്യൂമൻ ബിഗിൻ? ഒരു വിമൻസ് റൈറ്റിൻ്റെ അടിസ്ഥാനം ഒരു സ്ത്രീ ആയിരിക്കുക എന്നുള്ളതാണ്. ചൈൽഡ് റൈറ്റ്സിൻ്റെ അടിസ്ഥാനം ചൈൽഡ് ആയിരിക്കുക എന്നുള്ളതാണ്. സോ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും? ബി എ ഹ്യൂമൻ. യുണൈറ്റഡ് നേഷൻസിൻ്റെ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രിയാമ്പിൾ, അതിൽ വളരെ കൃത്യമായിട്ട് ആർക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Whereas the recognition of the inherent dignity and the equal and inalienable rights of all members of the human family is the foundation of freedom, justice and peace in the world. Every member of the human family deserves human right. ആരൊക്കെയാണ് ഈ പേഴ്സൺ? ഈ പലരും വേറെ സാധനം കൂടെ പറയും, ദ ഫീറ്റസ് ഇസ് നോട്ട് എ പേഴ്സൺ, അല്ലെങ്കിൽ എംബ്രിയോ ഇസ് നോട്ട് എ പേഴ്സൺ. അതായത് അതിന് വ്യക്തിത്വമായിട്ടില്ല, ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ സെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് അതിനായിട്ടില്ല. സമ്മതിച്ചു, ആയിട്ടില്ല. പക്ഷേ അതിന് ആ പൊട്ടൻഷ്യലുണ്ട്. But still, UN recognizes every member of the human family equally eligible for the title of human person. പ്രിയാമ്പിളിൻ്റെ ആർട്ടിക്കിൾ 6 തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. Everyone has the right to recognition everywhere as a person before the law. നിയമത്തിന് മുമ്പിൽ ഒരു വ്യക്തി എന്നുള്ള റെക്കഗ്നിഷന് എല്ലാ ഹ്യൂമൻ ഫാമിലി മെമ്പേഴ്സിനും അടിസ്ഥാനപരമായിട്ടൊരു അവകാശമുണ്ട്. മീനിങ്, ഇത് വായിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. Every member of the human family, biologically, from the moment a zygote is formed, it is a member of the human family, so it also deserves to be called as a person in front of the law. It is very clear. അപ്പോൾ ആദ്യത്തെ ക്ലെയിമിനുള്ള ഉത്തരം ഈ പറയുന്ന റൈറ്റ് ടു ചൂസ്. ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ ഹ്യൂമൻസിനും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് ടു ചോയ്സ് അല്ലെങ്കിൽ റൈറ്റ് ടു ചൂസ് എന്നുള്ളത് എവിടെ വരെ പറ്റും? ദ റൈറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എൻഡ്സ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ് ഓഫ് അനദർ ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, എവറി മെമ്പർ ഓഫ് ദ ഹ്യൂമൻ ഫാമിലി ഈസ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ദ റൈറ്റ്സ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. UN തന്നെ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ബയോളജിക്കലി ഒരു സൈഗോട്ട് എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനും ടെക്നിക്കലി ഈ റൈറ്റ് ബാധകമാണ്. അപ്പോൾ ദ വിമൻസ് റൈറ്റ് ടു ചൂസ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് ആക്ച്വലി ഹാമിങ് ദ ലൈഫ് ഓഫ് ദി അതർ ഇൻഡിവിജ്വൽ, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് പോലെ ആയിപ്പോൾ. കാരണം നമുക്കറിയാം മറ്റൊരാളെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചോയ്സും ആർക്കും അവകാശമുള്ള കാര്യമല്ല. മോഷണം ഒരു അവകാശമാവുന്നില്ല. റിവെഞ്ച് എന്ന് പറയുന്നത് അവകാശമാവാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം അത് അൾട്ടിമേറ്റ്ലി ഇറ്റ് എൻഡ്സ് അറ്റ് ദ പോയിന്റ് വേർ അനദർ ഇൻഡിവിജ്വൽ ഇസ് ഹാംഡ്. ഇഫ് ദ റൈറ്റ് ടു ചൂസ് ആക്ച്വലി റിസൾട്ട്സ് അറ്റ് എൻഡിങ് ദ ലൈഫ് ഓഫ് അനദർ പേഴ്സൺ, ദെൻ വി ഹാവ് ടു ക്വസ്റ്റ്യൻ ദ മൊറാലിറ്റി. അതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയുണ്ട്. ഇവിടെ ദ വിമൻസ് റൈറ്റ് ഓവർ ഹർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ അൺടിൽ ഷീ ഈസ് ആക്ച്വലി അഫക്റ്റിംഗ് ദ ബോഡി ഓഫ് അനദർ ഇൻഡിവിജ്വൽ. പക്ഷേ ഹ്യൂമൻ ഫീറ്റസ് ഇസ് എ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ വിത്ത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഹ്യൂമൻ ജീനോം. ബയോളജിക്കലി അപ്പോൾ 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. ഇത്രയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് ലോജിക്കൽ ടു സേ ദ ഇൻഡിവിജ്വൽ ഇൻസൈഡ് ദ മദേഴ്സ് വൂം, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ വിത്ത് ഈക്വൽ റൈറ്റ്സ് ടു എ പേഴ്സൺ ബിഫോർ ദ ലോ അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ്. ഇനി അടുത്തൊരു ക്ലെയിം ഉണ്ട്, ലൈഫ് ഡസ് നോട്ട് ബിഗിൻ
അറ്റ് ദ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ, അല്ലെങ്കിൽ വെൻ ഡസ് ലൈഫ് ബിഗിൻ എന്നുള്ളൊരു ചോദ്യം. പലരും പറയും അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലും പലതാണ്. ഇപ്പോൾ അബോർഷൻ ചില രാജ്യങ്ങളിൽ 6 മാസം വരെ ഓക്കെയാണ്, ചില രാജ്യങ്ങളിൽ ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങുന്നത് വരെ ഓക്കെയാണ്, ചില രാജ്യങ്ങളിൽ 3 മാസം വരെ ഓക്കെയാണ്, ചില രാജ്യങ്ങളിൽ 9 മാസം വരെ ഓക്കെയാണ്. ഈ പറയുന്നതിൽ ഒരു ആംബിഗ്യൂറ്റി പലയിടത്തുണ്ട്. കാരണം അവർ പറയുന്നത്, അവർ ചിന്തിക്കുന്നത്, അവരുടെ ഒരു ധാരണയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റ് തൊട്ടാണ്. അപ്പോൾ ആക്ച്വലി സയൻറ്റിഫിക്കലി നമുക്കിനി നോക്കാം. സയൻറ്റിഫിക്കലി വെൻ ഡസ് ലൈഫ് ബിഗിൻ എന്നുള്ള ചോദ്യം. അപ്പോൾ പ്രോജക്ട്സുകാരുടെ ക്ലെയിം നമ്പർ 2 ഇതാണ്: സിൻസ് ദ എംബ്രിയോ ഓർ ദ ക്ലംസ് ഓഫ് സെൽസ് ഇൻ ദ ഫീമെയിൽ ബോഡി ഈസ് നോട്ട് ആക്ച്വലി ലൈഫ് ബട്ട് മേ ബി ഹാവിംഗ് ദ പൊട്ടൻഷ്യൽ ടു ലൈഫ്, it is okay to kill that. While philosophy and religion assign a value to life, what is human life is a biological fact and not an opinion. The conclusion that a human zygote is a human being, that is a human organism, it's not a matter of religious belief, social convention or emotional reaction. It is a matter of observable, objective fact. വളരെ ക്ലിയർ ആയിട്ട് ലൈഫ് ബിഗിൻസ് അറ്റ് ദ മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ എന്ന് സയൻസ് തന്നെ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. ചുമ്മാ ഗൂഗിളിൽ വെൻ ഡസ് ലൈഫ് ബിഗിൻ എന്ന് അടിച്ചു നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് എല്ലാം തന്നെ പറയും ലൈഫ് ബിഗിൻസ് അറ്റ് ദ മൊമെന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അതും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. കാരണം മെഡിക്കൽ സ്റ്റുഡൻസിന് അറിയാം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം 24 മണിക്കൂറോളം നീളുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, പക്ഷേ ദ മൊമെന്റ്, ദ മിനിറ്റ് ഓർ ദ സെക്കൻഡ് അറ്റ് വിച്ച് ദ ലൈഫ് ബിഗിൻസ് എന്നുള്ളതിനും വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. എഗ്ഗിൻ്റെ പുറത്ത് കുറച്ചൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് പെനട്രേറ്റ് ചെയ്തിട്ട് സ്പേം തൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഈ എഗ്ഗിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന മൊമെന്റ് ആ എഗ്ഗിൻ്റെ കംപ്ലീറ്റ് സെല്ലുലാർ പ്രോപ്പർട്ടീസ് മാറുകയാണ്. അക്കോർഡിംഗ് ടു സയൻസ് ഒരു സെല്ലിൻ്റെ ടൈപ്പ് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സെൽ കോമ്പോസിഷൻ ആൻഡ് സെൽ ബിഹേവിയർ. ഈ 2 ക്രൈറ്റീരിയസ് ആണ് ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ദ സെൽ കോമ്പോസിഷൻ ഓഫ് ദ സൈഗോട്ട് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ സ്പേം ആൻഡ് ഓഫ് എൻ ഓവം. സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്. ഓൾസോ ദ ബിഹേവിയർ ഓഫ് ദ സെൽ സൈഗോട്ട് is actually entirely different from that of an ovum and that of a sperm. ഇതിനും വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു IVF സ്പെഷ്യലിസ്റ്റ്, IVFൻ്റെ ധാർമ്മികതയൊക്കെ നമുക്ക് പിന്നീട് സെർച്ച് ചെയ്യാം. അതൊരുപാട് ഒരു വേറെ തന്നെ ടോപ്പിക്കാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു IVF സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ ഒരു സ്പേമും ഒരു ഓവവും രണ്ടും വേണം. അത് രണ്ടും മാത്രം പോരാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പോരാ. ഹീ നീഡ്സ് ഇറ്റ് ടു കമ്പൈൻ ആൻഡ് ഹീ ഈസ് ആക്ച്വലി ട്രൈങ് ടു റിക്രിയേറ്റ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ലൈഫ് ബിഗിൻസ് അറ്റ് ദി മൊമെന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് ഒരു സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് മാത്രമല്ല, അതൊരു കോമൺ സെൻസ് പോലുമാണ്. ഈ ഒരു ക്ലെയിം പോലും സത്യം പറഞ്ഞാൽ ലോജിക്കലി സ്റ്റേബിൾ അല്ല. ലൈഫ് ബിഗിൻസ് അറ്റ് സം പോയിന്റ് വേർ 6 months ഓർ അറ്റ് ഹാർട്ട് ബീറ്റ് ബിഗിൻസ് ഓർ അറ്റ് 9 months ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ബർത്ത് കനാലിലൂടെയാണ് എന്നൊക്കെ പറയുന്നതിന് ടെക്നിക്കലി അവിടെയും ഒരു വാസ്തവം ഇല്ല എന്നുള്ളതാണ് സത്യം. ദ ക്ലെയിം നമ്പർ 3, ദ എംബ്രിയോ ഇസ് നോട്ട് ഹ്യൂമൻ ഓർ ദ ഫീറ്റസ് ഇസ് നോട്ട് ഹ്യൂമൻ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശരിയെന്ന് വേണേൽ പറയാം. കാരണം എംബ്രിയോ എന്നും ഫീറ്റസ് എന്നും ഒക്കെ ഉള്ളത് ജനറൽ ടേംസ് ആണ്. അതിനെല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട്. എംബ്രിയോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ദ ക്ലംപ് ഓഫ് സെൽസ് വെൻ ഇറ്റ് ഇസ് ഇംബെഡഡ് ഓൺ ദ വാൾ ഓഫ് ദ യൂട്രസ്. അതിന് എംബ്രിയോ എന്ന് പറയും. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്തിട്ട് എല്ലാ ഇന്റേണൽ ഓർഗൻസും ഡെവലപ്ഡായി പിന്നീട് അതിന് ഫർദർ മച്യൂരിറ്റി തുടങ്ങുമ്പോഴാണ് അതിന് ഫീറ്റസ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആണ്. ഡോഗ് ഹാസ് എ ഫീറ്റസ്, ഹോഴ്സ് ഹാസ് എ ഫീറ്റസ്, കാറ്റ് ഹാസ് എ ഫീറ്റസ്. അതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള മാമേലിയൻ ഓർഗൻസിനും ഒരു ഫീറ്റസ് ഉണ്ട് അറ്റ് ഇറ്റ്സ് ജസ്റ്റേഷണൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഇനി ഇത് ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇസ് ഇറ്റ് ഹ്യൂമൻ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് സൗണ്ട് ലോജിക് ദാറ്റ് ഇഫ് ദ ഫീമെയിൽ പാരന്റ് ഓഫ് ദാറ്റ് എംബ്രിയോ ഓർ ദാറ്റ് ഫീറ്റസ് ഇസ് ഹ്യൂമൻ ആൻഡ് ഇഫ് ദ മെയിൽ പാരന്റ് ഓഫ് ദ സെയിം എംബ്രിയോ ഓർ ഫീറ്റസ് ഇസ് ഓൾസോ ഹ്യൂമൻ, then it should logically follow the embryo or the fetus is also human. അപ്പോൾ അത് ഹ്യൂമൻ അല്ല എന്നുള്ള വാദവും പൊളിഞ്ഞു. പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ചരിത്രമെമ്പാടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തൻ്റെ ഹ്യൂമാനിറ്റിയിൽ നിന്നും അതിനെ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എനി ആക്ട് ഇസ് ആക്ച്വലി ക്വൈറ്റ് സാറ്റിസ്ഫൈഡ്. നാസി ജർമ്മനിയുടെ സമയത്തുള്ള ഹോളോകോസ്റ്റ് പോലും അവരങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്തത്. Jews are not people, so it's okay to kill them. 150 വർഷങ്ങൾക്ക് മുമ്പ് സ്ലേവറി എന്ന് പറയുന്നത് ലീഗലായിരുന്ന സമയത്ത് എല്ലാവരും ഉന്നയിച്ചിരുന്ന വാദങ്ങൾ തന്നെയാണ് ഇന്നും അബോർഷൻ അല്ലെങ്കിൽ പ്രോ ചോയ്സുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദം. ചോയ്സ്, ഇറ്റ്സ് ലീഗൽ ആൻഡ് ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ എന്നുള്ള സാധനം. അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഹ്യൂമൻ, ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് ദ ഡിഗ്നിറ്റി ഓഫ് എ പേഴ്സൺ, സോ ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ദം ആസ് സ്ലേവ്സ് എന്നുള്ള വാദം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ജ്യൂസിനെ കൊന്നൊടുക്കുന്ന സമയത്താണെങ്കിലും ഹിറ്റ്ലറും നാസി ജർമ്മനിയും പറഞ്ഞുകൊണ്ടിരുന്നത് ദേ ആർ നോട്ട് പീപ്പിൾ, ദേ ആർ നോട്ട് പേഴ്സൺസ്, സോ ഇറ്റ്സ് ഓക്കെ ടു കിൽ ദം എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു സെൻസ് ആയിരുന്നു അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇന്ന് അതേ വാദങ്ങൾ തന്നെ അബോർഷന് വേണ്ടിയിട്ടും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ചിന്ത നിങ്ങൾക്ക് വിട്ടുതരാണ്. ഇസ് ഇറ്റ് ഓക്കെ ടു ഡീഹ്യൂമനൈസ് a human being from the moment of conception or inside the womb? ഫിലോസഫിക്കലി ഇപ്പോൾ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിലായാലും നമ്മൾ ജീവൻ്റെ ആരംഭം ഒരു ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ ആകുമ്പോൾ ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഇസ് ഹാവിങ് കംപ്ലീറ്റ് സോൾ, ഡിഗ്നിറ്റി, പേഴ്സൺഹുഡ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്രസ് കാര്യമാണ്. അപ്പോൾ ആ ഒരു തോട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. പ്രോ ചോയ്സുകാരുടെ അടുത്തൊരു ക്ലെയിമാണ് എവറി ചൈൽഡ് ഷുഡ് ബി എ വാണ്ടഡ് ചൈൽഡ്. മറു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ന് നമ്മുടെ ലോകത്തിലുള്ള
എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, ആർ ദ റിയലി ഓർ വെർ ദേ ആക്ച്വലി ബോൺ ബിക്കോസ് ദേ വർ വാണ്ടഡ്? ചിലപ്പം ഈ പറയുന്ന തരത്തിൽ വേണം, അല്ലെങ്കിൽ കൊച്ചിനെ ഒരുപാട് ആഗ്രഹിച്ച് ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ പോലും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദേ വർ വാണ്ടഡ് വെൻ ദേ വർ ബോൺ. പക്ഷേ ഓവർ ടൈം ഈ പറയുന്ന പാരൻസിൻ്റെ ചിന്താഗതി, പാരൻസിൻ്റെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ഡിഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുമൂലം ജനിക്കുന്ന സമയത്ത് വാണ്ടഡ് ആയിട്ടുള്ളൊരു കുട്ടി പിന്നീട് അൺവാണ്ടഡ് ആയതുകൊണ്ടാണോ അബ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന കാര്യമാണ്. നമ്മളുടെ തന്നെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അമ്മ കൊച്ചിനെ കിണറ്റിലോട്ട് എടുത്തെറിയുന്നു, അല്ലെങ്കിൽ കൊച്ചിനെ തല്ലുന്നു, കൊല്ലുന്നു, ഉപേക്ഷിക്കുന്നു. ലാളിച്ച് വളർത്തിയ അമ്മമാരൊക്കെ തന്നെ. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇസ് എവരി ചൈൽഡ് ബോൺ ഇൻ ദിസ് വേൾഡ് എ വാണ്ടഡ് ചൈൽഡ്? ആക്ച്വലി ദേ വെർ വാണ്ടഡ്. പിന്നെയും വേറൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, അമ്മ ഈ പറയുന്ന 8 മാസത്തോളം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു, 8ാമത്തെ മാസത്തിലാണ് അമ്മ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അമ്മ പറയുന്നത് എനിക്ക് അമ്മയാകാൻ ഇപ്പോൾ പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ റെഡിയാണോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് 8ാമത്തെ മാസത്തിൽ ആ കുട്ടീനെ അബോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും, അപ്പോൾ ഈ ലോജിക്ക് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഞാൻ ആ ചിന്തകൾ നിങ്ങൾക്ക് വിട്ടുതരാം. ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടാണോ എന്നുള്ളൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇസ് ദ ടേം അൺവാണ്ടഡ് ആക്ച്വലി കറക്റ്റ് ടു ബി ഗിവൺ ടു ഡിസ്ക്രൈബ് എ ചൈൽഡ്, ഓർ ഇസ് ഇറ്റ് ലോജിക്കലി ലിറ്റിൽ മോർ കറക്റ്റ് ടു ഡിസ്ക്രൈബ് ദ മെൻറ്റാലിറ്റി ഓഫ് ദ പാരൻസ്? പാരൻസിന് വേണ്ടാത്തത് കൊണ്ടല്ലേ ആ കുട്ടി അൺവാണ്ടഡ് ആവുന്നത്? നമ്മുടെ ലോകത്തിൽ നമുക്കറിയാം എല്ലാവർക്കും ഒരു പേർപ്പസ് ഉണ്ട്. എവ്രിബഡി ഈസ് കോൾഡ് ടു സംതിങ് ഇൻ ദിസ് വേൾഡ്. അവരെല്ലാം ജനിക്കുന്ന ഒരു കാരണമുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നിറവേറ്റാൻ വേണ്ടുന്ന ഒരു കാര്യവും ഒരു കർത്തവ്യവും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എല്ലാവർക്കും പറയുന്നൊരു ചിന്തയാണ്. അപ്പോൾ എവറി ചൈൽഡ് ഈസ് ആക്ച്വലി വാണ്ടഡ്, ബട്ട് ദ മെൻറ്റാലിറ്റി ഓഫ് ദ പാരൻസ്, ദ മെൻറ്റാലിറ്റി ഓഫ് ദ കപ്പിൾ ഈസ് ആക്ച്വലി വാട്ട് ഈസ് നെയിമിങ് ദ ചൈൽഡ് അൺവാണ്ടഡ്, വേറാസ് ദ ചൈൽഡ് മേ ബി ആക്ച്വലി വാണ്ടഡ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ താരം നമുക്കിന്നറിയാം. ഹി വാസ് ആക്ച്വലി ആൻ അൺവാണ്ടഡ് ചൈൽഡ്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ അബോർട്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷേ കാലം അതിനെ സമ്മതിച്ചില്ല. നമ്മൾക്കിന്നറിയാം, അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ലോകം കാണുന്ന ഒരു വളരെ മികച്ച ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടാവില്ലായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് അനേകം വ്യക്തികളുമുണ്ട്. അബോർഷൻ ഇൻ ദ കേസ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡിസേബിലിറ്റി, ഡൗൺ സിൻഡ്രോം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കയ്യോ കാലോ ഉണ്ടാവാത്തതായിരിക്കാം, ബോൺ ഡെഫ്, ബോൺ ബ്ലൈൻഡ് എന്നുള്ള സംഭവങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു ഡിസേബിലിറ്റി കൊച്ചിന് കോൺജനീറ്റലായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ടു അബോർട്ട് ദാറ്റ്. നിക് വൂയിച്ചിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മളെല്ലാവർക്കും തന്നെ കണ്ടെങ്കിലും പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ, അദ്ദേഹത്തിൻ്റെ വീഡിയോസും ടോക്സൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കേണ്ട സാധനമാണ് ശരിക്കും. ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ കൈകളും കാലുകളും ഇല്ലാണ്ട് ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സ്പീക്കറാണ് അദ്ദേഹം. ഒരുപാട് ജീവിതങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ മാത്രം അദ്ദേഹം കേപ്പബിളാണ്. ഇദ്ദേഹം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നമ്മൾക്ക് ചുറ്റും തന്നെ ഇഷ്ടംപോലെ പേരെ കാണാൻ സാധിക്കും. ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അവരവരുടെ ജീവിതം കൊണ്ട് തന്നെ അവരുടെ ഡിസബിലിറ്റീസിനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റുവാണ്. ഇറ്റ്സ് ആക്ച്വലി ദ പവർ ഓഫ് പെർസ്പെക്റ്റീവ്. ഏത് പെർസ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ഡിസൈഡിങ് ഫാക്ടർ. ഒരു ഡിസബിലിറ്റി ഈസ് എ ഡിസബിലിറ്റി ഇൻ പെർട്ടിക്കുലർ പെർസ്പെക്റ്റീവ്. ചിലപ്പം ഒരു ഓട്ടക്കാരനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലുകളില്ലാത്തത് ചിലപ്പം ഒരു ഡിസബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഡാൻസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാലുകളില്ലാത്തൊരു ഡിസബിലിറ്റി ആവാം. പക്ഷെ അതേസമയം കാലുകളില്ലാഞ്ഞിട്ട് പോലും ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലാണെങ്കിൽ പോലും കാലുകളില്ലാതെ പോയ ഡാൻസേഴ്സിനൊക്കെ നമുക്ക് പരിചയമുണ്ട്. അല്ലെങ്കിൽ വെപ്പുകാല് വെച്ചിട്ട് പോലും ഡാൻസ് കളിക്കുന്ന ഓടുന്ന ഒരുപാട് ആൾക്കാരെ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ക്യാൻ ഓൾസോ ബിക്കം എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് കരുതിയിട്ട് അതിനെ കൊല്ലുന്നത് ശരിക്കും ശരിയാണോ? അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. പാരൻസിൻ്റെ മെൻറ്റാലിറ്റിയാണ്. ദേ ഡോണ്ട് വാണ്ട് എ ചൈൽഡ് വിത്ത് ഡിസബിലിറ്റീസ്, ദേ വാണ്ട് ദ പെർഫെക്റ്റ് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുകയാണ്. ഏതൊരു മാനുഫാക്ചറിങ് കമ്പനിയുടെ അസംബ്ലി ലൈൻ ആണെന്നുണ്ടെങ്കിലും അവർ സാധാരണഗതിയിൽ ഫോൾട്ടി ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ എല്ലാത്തിനും അവർ തട്ടിക്കളയും. ഹ്യൂമൻ ബീങ് എ പ്രൊഡക്റ്റ്, എ മിയർ പ്രൊഡക്റ്റ് ഓഫ് സംതിങ്. ഐ ഡോണ്ട് നോ. ഹ്യൂമൻ ബീങ് ഇസ് എ ഹ്യൂമൻ ബീങ് അല്ലേ? ആ ഒരു വ്യക്തിക്ക് വാട്ട് എവർ മേ ബി ദ ഡിസബിലിറ്റി is actually having the right to live, the right to life. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ദ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അപ്പോൾ ഡിസബിലിറ്റി കാരണം അബോർട്ട് ചെയ്യുക എന്നുള്ളത് ധാർമ്മികപരമായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ന്യായീകരിക്കാവുന്ന ഒന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അബോർഷൻ ഇൻ ദ കേസ് ഓഫ് മറ്റേണൽ മൊർട്ടാലിറ്റി, ഇതൊരു വളരെ ജെനുവിൻ കേസ് തന്നെയാണ്. അതായത് ചില സമയത്ത് പ്രഗ്നൻസി ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലംസ് ടു ദ മദർ. ഞാനൊരു എക്സാമ്പിളിനായിട്ട് 3 സിറ്റുവേഷൻസ് ഞാൻ പറയാം. കോറിയോ ആംനിയോനൈറ്റിസ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അത് അമ്മമാർ ഗർഭിണികളാവുമ്പോഴാണ് ഈ രോഗം വരുന്നത്. അതായത് ആംനിയോട്ടിക് സാക്ക് ഉണ്ടല്ലോ,
ഈ യൂട്രസിനുള്ളിൽ ശിശു ഡെവലപ്പ് ചെയ്യുന്ന ആംനിയോട്ടിക് സാക്കിൻ്റെ ആ ഒരു മെംബ്രെയിൻ്റെ പൊക്കത്തുണ്ടാകുന്ന ഫംഗൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയാണ് കൊറിയോ ആംനിയോനൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പത്തോളജിക്കൽ ഡിസീസ്. അതിന് ഏക പരിഹാരം എന്ന് പറയുന്നത് ആ ഒരു ആംനിയോട്ടിക് സാക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദർ ഇസ് നോ അതർ മെഡിസിൻ ദാറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ്. ഇവിടെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഇത് മെഡിസിനിൽ ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരുപാട് എക്സാമ്പിൾസ് മെഡിക്കൽ സ്റ്റുഡൻസിന് അറിയാമായിരിക്കും. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഒരു പ്രവൃത്തിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ഇഫക്റ്റും ഉണ്ട്, ഒരു ഗുഡ് ഇഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗുഡ് ഇഫക്റ്റിനെ കരുതിയിട്ട് നമ്മൾ പലപ്പോഴും അതിനെ മോറലായിട്ട് സഭ പോലും അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സഭ എപ്പോഴും പറയുന്നത് യു ഓൾവേസ് ട്രൈ ടു സേവ് ദ ലൈഫ് ഓഫ് ബോത്ത് ദ ചൈൽഡ് ആൻഡ് ദ മദർ. ഓക്കെ, നമുക്കറിയാം ഒരു ഫീറ്റൽ വയബിലിറ്റി എന്ന് പറയുന്നത് കോമൺലി അഗ്രീഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് 24 വീക്സ് ആണ്. 24 വീക്സ് ആകുമ്പോഴേക്കും, അതായത് ഏകദേശം 6ാമത്തെ മാസം കുഞ്ഞ് പ്രീമച്യൂർ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ദ പോസിബിലിറ്റി ടു അറ്റൈൻ ഫർദർ മെച്യൂരിറ്റി ആൻഡ് സസ്റ്റെയിൻ ഇൻഡിപെൻഡൻ്റ്ലി. കൊറിയോ ആംനിയോനൈറ്റിസ് വരുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. സപ്പോസ് ദ ഡയഗ്നോസിസ് അറ്റ് ദ 20th വീക്ക്. 4 ആഴ്ചയും കൂടെ ഡോക്ടർ പറയാണ് ഓക്കെ, മേ ബി നമുക്കൊരു 4 ആഴ്ചയും കൂടെ പരമാവധി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെലിവർ ദ ബേബി, വി ക്യാൻ ഇൻഡ്യൂസ് പ്രീമച്യൂർ ഡെലിവറി ആൻഡ് ദെൻ സേവ് ദ ബേബി ആൻഡ് ആസ് വെൽ ആസ് സേവ് ദ മദർ. അതൊരു പോസിബിലിറ്റിയാണ്, അതിനാണ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ ഇത് പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. സപ്പോസ് 15ാമത്തെ ആഴ്ചയാണ് കൊറിയോ ആംനിയോനൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബാക്കിയുള്ളൊരു 9 ആഴ്ചകളും കൂടെ നീട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഇപ്പോഴത്തെ ഒരു കറണ്ട് ടെക്നോളജി വെച്ചിട്ട് പറ്റത്തുണ്ടാവില്ല. അപ്പോൾ ആ കേസുകളിൽ ഈ പറയുന്ന അമ്മയുടെ ഗർഭപാത്രത്തെ എടുത്തു മാറ്റുക എന്നുള്ളത് തന്നെയാണ് സൊല്യൂഷൻ. അവിടെ ഓർക്കണം, ദ എയിം ഇസ് നെവർ ടു കിൽ ദ ബേബി ഡയറക്ട്ലി. The aim is to treat the mother, the pathological condition, but then it is having this double effect. ആദ്യത്തെ ഗുഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ജീവൻ രക്ഷപ്പെടുന്നു. ദ ബാഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് മൂലം ഈ ഗർഭപാത്രത്തെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എടുത്ത് മാറ്റിയ ശേഷം കുട്ടിക്ക് ന്യൂട്രീഷൻ കിട്ടാതാവുന്നു. ഇറ്റ് വിൽ ആക്ച്വലി സ്റ്റാർവ് ടു ഡെത്ത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ വയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊമോഡിറ്റി ആയത് കാരണം വയബിലിറ്റി പീരീഡ് ക്യാൻ ആക്ച്വലി കം ബാക്ക് ഓർ കം മച്ച് മോർ ബിഫോർ ടൈം. അതായത് 24 ആഴ്ച എന്നുള്ള ചിലപ്പം വയബിലിറ്റി ഒരു 15 ആഴ്ച വരെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് എ മിറക്കിൾ ഇൻ മെഡിക്കൽ സയൻസ്. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ചില കേസസിൽ ഇത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കോസാണ്. അവിടെയാണ് ശരിക്കും അമ്മയ്ക്ക് ചോയ്സ് ഉള്ളത്, വെദർ ഓർ നോട്ട് കണ്ടിന്യൂ ഇൻ ദ പ്രഗ്നൻസി. നമ്മുടെ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധിയാണ് സെയിൻറ്റ് ജിയാന മൊറാല ബെറ്റ. ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. ഗർഭാവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചറിയുകയാണ് ഷീ വിൽ ഡൈ ഇഫ് ഷീ ഈസ് കണ്ടിന്യൂയിങ് ദ പ്രഗ്നൻസി. പക്ഷേ ഷീ ചോസ് ടു ഗിവ് ലൈഫ് ടു ഹെർ ചിൽഡ്രൻ, ലെറ്റ് ഹെർ സെൽഫ് ഡൈ. അതായത് ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇറ്റ് വാസ് ഹെർ ചോയ്സ്. അവിടെ നമുക്ക് ആ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യാം. സഭ അവിടെയും കൊടുക്കുന്ന ഈ ചോയ്സ് വിമന് തന്നെയാണ്. അതായത് ഇഫ് ദ വിമൻ ചൂസസ് ടു എൻഡ് ദ പ്രഗ്നൻസി ദെയർ ഇറ്റ് ഇസ് മോറൽ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. വി കനോട്ട് ഫോഴ്സ് എനിവൺ ടു ഡു എനിത്തിങ്. ഓക്കെ, രണ്ടാമത് വേറൊരു സിറ്റുവേഷൻ ആണ് എക്ടോപിക് പ്രഗ്നൻസി. അതായത് നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ സൈഗോട്ട് ഉണ്ടാകുന്നു. പിന്നീട് ഫലോപ്പിയൻ ട്യൂബിലൂടെ അത് ട്രാവൽ ചെയ്തിട്ട് യൂട്രൈൻ വാളിൽ പോയി ഇംപ്ലാന്റ് ചെയ്യണം. ചില സിറ്റുവേഷൻസിൽ ഫലോപ്പിയൻ ട്യൂബിൽ ഈ പറയുന്ന സൈഗോട്ട് ഇംപ്ലാന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എംബ്രിയോ അവിടെ ഇംപ്ലാന്റ് ഉണ്ടാവും. ഫലോപ്പിയൻ ട്യൂബ് ഇസ് ആക്ച്വലി നോട്ട് മെയ്ഡ് ടു സപ്പോർട്ട് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അത് ഫ്ലെക്സിബിൾ അല്ല. യൂട്രൈൻ വാൾ ഇസ് ആക്ച്വലി ക്വൈറ്റ് ഫ്ലെക്സിബിൾ. ഇറ്റ്സ് ആക്ച്വലി ഡിസൈൻഡ് ഫോർ ദാറ്റ്. പക്ഷേ ഫലോപ്പിയൻ ട്യൂബ് അതിന് വേണ്ടിയല്ല. ഇംപ്ലാന്റഡ് ആയിട്ടുള്ള എംബ്രിയോ അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ആക്ച്വലി റപ്ചർ ദ ഫലോപ്പിയൻ ട്യൂബ്. ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഫലോപ്പിയൻ ട്യൂബിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശിശു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റിൽ ഫലോപ്പിയൻ ട്യൂബ് ബ്രേക്ക് ചെയ്യും, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും, മരണം സംഭവിക്കാം. അപ്പോൾ ഇവിടെയും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് തിരിച്ചു യോജിപ്പിക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് വഴി ഈ ശിശു പുറത്ത് മരിക്കുകയാണ്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസും ഇല്ല, ഈ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുക. കാരണം ദ ലൈഫ് ഓഫ് ദ മദർ ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം 4-5 മക്കളുടെ അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ 1-2 മക്കളുടെ അമ്മയാണെങ്കിൽ, 3ാമത്തെ പ്രഗ്നൻസിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ 2 കുട്ടികളെ അനാഥരാക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് അമ്മ വേണം. അപ്പോൾ ഈ പറയുന്നൊരു കേസിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് മോറൽ, അല്ലെങ്കിൽ അബോർഷൻ എന്ന് ഇതിന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. കാരണം അബോർഷൻ ഇസ് ദ ഇൻറ്റൻഡഡ് മർഡർ ഓഫ് ദ ചൈൽഡ്, whereas this medical procedure is never aimed directly at the child. ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് യൂട്രൈൻ ക്യാൻസർ പോലെ നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20ാമത്തെ ആഴ്ചയാണ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ആൻഡ് ഇഫ് ഇറ്റ്സ് അഡ്വൈസ്ഡ് ബൈ ദ ഡോക്ടർ ടു എക്സ്റ്റെൻഡ് ദ പ്രഗ്നൻസി ടിൽ 24 വീക്സ് ആൻഡ് ഡെലിവർ ദ ചൈൽഡ് ആൻഡ് ദെൻ ഗിവ് ദ കീമോതെറാപ്പി ഓർ റേഡിയോതെറാപ്പി, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അത് അഡ്വൈസ് ചെയ്യുക, അത് എടുക്കുക. ഇഫ് ഇറ്റ് ഇസ് ടു ബി ഗിവൺ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ദെൻ ഗോ ഫോർ ഇറ്റ്. ഈ പറയുന്ന കുട്ടിയുടെ ലൈഫ് അവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓക്കെ, ഇറ്റ് ഇസ് മോറലി ഓക്കെ എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് മെറ്റേണൽ മോർട്ടാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇവിടെ ശരിക്കും ദ ചോയ്സസ് ഓഫ് ദ മദർ, വെദർ ഓർ നോട്ട് ടു കണ്ടിന്യൂ ദ പ്രഗ്നൻസി ഓർ നോട്ട്.
It is actually not intended to kill the child. It is a consequence of the further treatment done on the women's body. ഈ പ്രോ ചോയ്സുകാരുടെ വേറൊരു വലിയ ക്ലെയിമാണ് ഇൻ ദ കേസസ് ഓഫ് റേപ്പ്. റേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയോട് കാണിക്കാവുന്ന ക്രൂരതകളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് വി നെവർ എവർ ജസ്റ്റിഫൈ റേപ്പ് ഇൻ എനി വേ. വി സിമ്പത്തൈസ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ലേഡി ഹൂ വാസ് റേപ്ഡ്. വളരെ വളരെ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇസിൻ ദർ എനി അതർ വേ? മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ അബോർഷൻ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്? ഇന്ത്യൻ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജീവന് പകരം ജീവൻ, അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. മറ്റ് പല രാജ്യങ്ങളുടെ നിയമം അത് തന്നെയാണ്. റേപ്പ് ചെയ്ത ക്രിമിനൽസിന് വധശിക്ഷ നൽകാൻ നമ്മുടെ നാടിന് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് താമസിക്കുന്നുണ്ടെങ്കിൽ, ഗോവിന്ദചാമിയൊക്കെ ഒരു എക്സാമ്പിളാണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇസ് ഇറ്റ് ഓക്കെ ടു കിൽ ദ ലൈഫ് ഓഫ് ദി ഇന്നസെൻറ്റ്? ഞാനൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള നമ്മളെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് ഒരു ആൻസർ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ദ ഡിസ്കഷൻ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് മോറൽ ടു കിൽ ദ ലൈഫ് ഓഫ് ദ ഇന്നസെൻറ്റ് ചൈൽഡ്? ദ UN's ഡോക്യുമെൻറ്റ് ഫോർ ദ കവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതിൽ ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ആർട്ടിക്കിൾ 6 5th ക്ലോസ്, സെന്റൻസ് ഓഫ് ഡെത്ത് ഷാൽ നോട്ട് ബി ഇമ്പോസ്ഡ് ഫോർ ക്രൈംസ് കമ്മിറ്റഡ് ബൈ പേഴ്സൺസ് ബിഫോർ 18 years of age ആൻഡ് ഷാൽ നോട്ട് ബി ക്യാരിഡ് ഔട്ട് ഓൺ പ്രഗ്നന്റ് വിമൻ. വളരെ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് വധശിക്ഷ ലീഗലാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ഒരു സ്ത്രീ ആയിരിക്കെ, അതോ പ്രഗ്നന്റ് ആയിരിക്കെ, ആൻഡ് ഇഫ് ഷീ ഈസ് ഡിസേർവിംഗ് ഫോർ എ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇറ്റ് ഷാൽ നോട്ട് ബി ഇംപ്ലൈഡ് ഓൺ ഹെർ എന്നാണ് ഇവൻ പറയുന്നത്. ഇതിന്റെ കാരണം എന്തായിരിക്കും? 2 സ്ത്രീകളുണ്ട്, ഒരാൾ പ്രഗ്നന്റ് അല്ല, ഒരാൾ പ്രഗ്നന്റ് ആണ്. 2 സ്ത്രീകളും വധശിക്ഷയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കുന്നു, മറ്റൊരാളെ വധിച്ചിരിക്കുന്നു. അവിടെ ഈ പറയുന്ന പ്രഗ്നന്റ് ലേഡിക്ക് വധശിക്ഷ കോടതി വിധിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ മീനിങ് ഇസ് ക്വൈറ്റ് സിമ്പിൾ. ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ ഉദരത്തിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഉണ്ട് എന്നത് വളരെ ക്ലിയർ ആണ്. പക്ഷെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇസ് ഇറ്റ് ഓക്കെ ടു കിൽ ദ ലൈഫ് ഓഫ് ദറ്റ് ഇന്നസെന്റ്? ഒന്ന് ആലോചിച്ചാൽ മതി. ഇസ് ഇൻ ദർ എനി അതർ വേ? മറ്റൊരു മാർഗ്ഗം ഇല്ലാഞ്ഞിട്ടാണോ? ഒരു മിസ് ലിയാന റൊബെല്ലിഡോ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്, മെക്സിക്കൻ ലേഡിയാണ്. തൻ്റെ 12ാമത്തെ വയസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ടതാണ്, പ്രഗ്നൻ്റ് ആയി. പക്ഷേ വെൻ ദ ഡോക്ടർ ഓഫേർഡ് ഹർ അബോർഷൻ ഷീ ക്വസ്റ്റ്യൻഡ്, ഡോക്ടർ, വിൽ ദിസ് അബോർഷൻ ടേക്ക് അവേ മൈ ട്രോമ ഓഫ് റേപ്പ് ഓർ വിൽ ദിസ് അബോർഷൻ അൺഡു മൈ റേപ്പ് എന്നുള്ളൊരു ചോദ്യം ലിയാന ചോദിച്ചു. ഡോക്ടർ സെഡ് നോ. ദെൻ if this abortion is not going to take away the trauma or undo my rape, then why should I punish the child? Punish the culprit, not the child എന്നുള്ളൊരു പ്രസ്താവന ലിയാന റൊബെല്ലിഡോ ഇറക്കി. ശരിയല്ലേ? റേപ്പ് എന്ന് പറയുന്ന ആ ഒരു വളരെ മോശമായുള്ളൊരു ഇൻസിഡൻറ്റിനെ അബോർഷൻ അൺഡു ചെയ്യുന്നില്ല, ഓർ അബോർഷൻ കനോട്ട് അൺഡു ദ ട്രോമ ഓഫ് റേപ്പ്. പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, PTSD. പോസ്റ്റ് അബോർഷൻ സിൻഡ്രോം എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ സംഭവം കൂടിയുണ്ട്. ഞാൻ അതിനുള്ള റെഫറൻസുകളെല്ലാം ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇത്തരത്തിലുള്ള 2 മെഡിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു റേപ്പിൻ്റെ ട്രോമ ഓൾറെഡി ഉണ്ട്, അതിന് പുറത്തോട്ട് മറ്റൊരു ട്രോമ അല്ലെങ്കിൽ മറ്റൊരു സിൻഡ്രോം കൂടെ ആഡ് ചെയ്യണം, പോസ്റ്റ് അബോർഷൻ സിൻഡ്രോം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഓൾറെഡി വയലൻ്റ് ആയിട്ടുള്ള റേപ്പിലോട്ട് കുറച്ചുകൂടെ വയലൻ്റ് ആയിട്ടുള്ളൊരു അബോർഷനും കൂടെ ആഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ലിയാന തൻ്റെ കഥയിൽ പറയുന്നുണ്ട്, even though she was carrying the child in her womb, she still felt very much dirty. She still felt the trauma of rape and that kept haunting her a lot of time. പക്ഷേ ആ സമയത്തൊക്കെ അവൾ പറയുകയാണ്, I actually overcome that because of the child inside me. Actually it was 2 lives that were saved. Instead of me saving the child saved me. ലിയാന സൂയിസൈഡിന് പോലും ശ്രമിക്കുകയായിരുന്നു, കാരണം അത്രമാത്രം ഹോണ്ടിങ് ആയിരുന്നു ഒരു സിറ്റുവേഷൻ. 12ാമത്തെ വയസ്സ്, റേപ്പ്, പ്രഗ്നന്റ്. ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം അത്രമാത്രം, we can only imagine how grave it will be. Liana questioned, will abortion undo the rape? The answer was no. So why kill the child? Kill the criminals. ഡോക്ടർ വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഹോളോകോസ്റ്റ് സർവൈവറാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതി, മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നുള്ളത്. അദ്ദേഹം ഹോളോകോസ്റ്റിന്റെ ആ ഒരു ചേംബറിലായിരിക്കുന്ന സമയത്ത് ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ ദുഷ്ടരായിട്ടുള്ള പടയാളികൾ തൻ്റെ കൂടെയുള്ള ഫെല്ലോ പ്രിസണേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു, അവരെ വളരെയധികം ക്രൂരമായി മർദ്ദിക്കുന്നു. അതിൽ ഒരുപാട് പ്രിസണേഴ്സ് തങ്ങളെ ആനിമൽസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് അവരെ ആനിമൽസ് ആയിട്ട് മാറ്റുമായിരുന്നു. അവർ ഫെല്ലോ പ്രിസണേഴ്സിനോടും കൂടെ അത്രയും വയലൻ്റ് ആയിട്ട് പെരുമാറുമായിരുന്നു. പക്ഷേ അതേസമയം ഒരു കൂട്ടം പ്രിസണേഴ്സ് തങ്ങളോട് എത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയതെങ്കിലും അവരന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന മോർസൽസ് ഓഫ് ഫുഡ് ഷെയർ ചെയ്യാനായിട്ട് കാത്തു സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഡോക്ടർ ഫ്രാങ്കൽ പറയുന്നത് എങ്ങനെയാണ്, മീനിങ് ആക്ച്വലി അലിവിയേറ്റഡ് ദെയർ സഫറിങ്.
ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലും ഡോക്ടർ ഫ്രാങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. D = S - M. ഡിസ്പെയർ ഇസ് സഫറിങ് വിത്തൗട്ട് മീനിങ്. ശരിയല്ലേ? നമ്മൾക്ക് ചുറ്റുമുണ്ടാകുന്ന ഈ സഹനങ്ങൾ, സഫറിങ്സ് ഒരു അർത്ഥം കാണാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് കാണാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലോട്ടും ഡിസ്പെയറിലോട്ടൊക്കെ പോകുന്നത്. സോ ഡോക്ടർ കൺക്ലൂഡഡ് തൻ്റെ ജീവിതത്തിലോട്ട് മീനിങ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തടവുകാരെ പോലെ ആ ക്രൂരത അല്ലെങ്കിൽ ആ ഒരു സഫറിങ് അവർ മറ്റുള്ള പ്രിസണേഴ്സിനോട് കാണിക്കാതെ അതിൽ പോലും അവരൊരു മീനിങ് കണ്ടെത്തി മറ്റുള്ളവരോട് അനുഗമയ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സം ഡിഫറൻസ്. ഈ ഒരു മീനിങ് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലിയാനോ റൊബല്ലിയുടെ ആ മീനിങ് കണ്ടെത്തിയായിരുന്നു തൻ്റെ 12ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു കുട്ടിയെ നോക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വരുന്നത്. മീനിങ് എലിവേറ്റഡ് ദറ്റ് സഫറിങ്. ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറയുന്നേ ഉള്ളൂ, ഇൻ്റലക്ച്വലായിട്ട് പറയുന്ന കാര്യമാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ വളരെ ഹമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഇസ് ഇൻ ദർ അനദർ വേ? കാൺട്ട് വി ഗിവ് ഹർ സപ്പോർട്ട്? ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് ആ കുട്ടീനെ ഡെലിവറി ചെയ്തിട്ട് ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു കൊച്ചിന് വേണ്ടിയിട്ട് കൊതിക്കുന്നത്. ഒരുപാട് പേര് എത്രയോ കല്യാണത്തിന് ശേഷം എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? ഞാനൊരു ചിന്ത ഇട്ട് തരുന്നതാണ്, വേറൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ഐ ജസ്റ്റ് വാണ്ട് യു ഗൈസ് ടു തിങ്ക്. വി കനോട്ട് ഫോഴ്സ് എനിവൺ ടു ഡു എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് റേപ്പിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല, ഈ കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇസ് ഇറ്റ് ഓക്കെ ടു കിൽ ആൻ ഇന്നസെൻറ്റ് ലൈഫ് ഓർ ഇസ് ഇൻ ദർ എനി അതർ വേ? നമ്മൾ സൊസൈറ്റി മാറിക്കഴിഞ്ഞാൽ, ഒരു പരിധിവരെ ഈ സൊസൈറ്റിയുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. 8ാമത്തെ ക്ലെയിമാണ് അബോർഷൻ ഇൻ ദ കേസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകമെമ്പാടും നടക്കുന്ന അബോർഷൻസിൽ 1% താഴെ മാത്രമേ റേപ്പ് കേസസും ഇൻസെസ്റ്റും കാരണം നടക്കുന്നുള്ളൂ. ബാക്കി 99% നടക്കുന്നത് മറ്റു പല കാരണങ്ങളാണ്. അതിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ. കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്, അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും അത് ഹ്യൂമൻ ലൈഫ് എത്രമാത്രം ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറയട്ടെ, കോൺട്രാസെപ്ഷൻ ഈസ് ദ നമ്പർ 1 കോൺട്രിബ്യൂട്ടർ ടു അബോർഷൻ. എല്ലാവരും പറയും കോൺട്രാസെപ്ഷൻ വഴി അബോർഷൻ കുറയ്ക്കാമെന്ന്. പക്ഷേ ഈ പറയുന്ന ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം, ഇറ്റ് ഇസ് ആക്ച്വലി റിസൾട്ട് ഓഫ് കോൺട്രാസെപ്ഷൻ. ലോകത്തിൽ 100% കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി ഉള്ള ഒരൊറ്റ ഡിവൈസും ഇല്ല. എവറിത്തിങ് ഇസ് ഫോൾട്ടി. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പെർസെൻറ്റേജ് ഓഫ് കേപ്പബിലിറ്റി ഉള്ളൂ. എല്ലാ തരത്തിലുള്ള ഡിവൈസസ് ആയിക്കോട്ടെ, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആയിക്കോട്ടെ, ബാരിയർ മെത്തേഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിൽസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അതിനെല്ലാത്തിനും ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ട്. അതിനെല്ലാത്തിനും തന്നെ ചില സൈഡ് എഫക്ട്സ് പോലും ഉണ്ട്. ഇതെല്ലാം മെഡിക്കൽ സ്റ്റഡീസാണ്. 100% എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ആബ്സ്റ്റിനൻസ്. പക്ഷേ ഇത് പാലിക്കാനും ഇത് പ്രവർത്തിക്കാനും കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ്. സഭ പ്രൊമോട്ട് ചെയ്യുന്നത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങുമാണ്. സൈക്കിൾ മെത്തേഡ് എന്നൊക്കെ മെഡിക്കൽ സയൻസിൽ പറയും. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റി അറ്റ്മോസ്റ്റ് 5/28 ആണ്. 28 ദിവസത്തെ ഒരു സൈക്കിളാണെന്നുണ്ടെങ്കിൽ 5 ദിവസമാണ് സാധാരണഗതിയിൽ ജനറൽ ടേംസിൽ സയൻസ് പറയുന്നത് പ്രഗ്നൻ്റ് ആവാനുള്ളൊരു വിൻഡോ ഉള്ളത്. ഫെർട്ടിലിറ്റി പീരീഡ് എന്നൊക്കെ പറയും. ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തമാണ്. ചിലർക്ക് ലോങ്ങർ പീരീഡ്സ് ആണ്, ചിലർക്ക് ഷോർട്ടർ പീരീഡ്സ് ആണ്. പക്ഷേ ഒരു സ്ത്രീക്ക് തന്നെ ബോഡിയെക്കുറിച്ചും ആ കപ്പിളിന്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് തൻ്റെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ബോഡിയെക്കുറിച്ചും നല്ല ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഫെർട്ടിലിറ്റി വിൻഡോനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ, NFP എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുമാത്രമല്ല അവരുടെ ദാമ്പത്യ ബന്ധത്തെ പോലും ഒരുപാട് അത് ആട്ടി ഉറപ്പിക്കുന്നു എന്നുള്ളത് സർവേ കൺക്ലൂഷൻസ് ആണ് ഒരുപാട്. അതിനൊക്കെയുള്ള റിസോഴ്സസ് ഞാൻ താഴെ ലിങ്കിൽ ഇടാം, ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇടാം, നിങ്ങൾക്കത് പോയി നോക്കാവുന്നതാണ്. ഞാനിതിൽ അവസാനമായിട്ടൊരു കാര്യം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലവ്? യോഹന്നാൻ സുവിശേഷത്തിൽ എങ്ങനെ പറയുന്നുണ്ട്? നോ മാൻ ഹാസ് ഗ്രേറ്റർ ലവ് ദാൻ ടു ലേ ഡൗൺ ഹിസ് ഓൺ ലൈഫ് ഫോർ ദി അതർ. സോ isn't the opposite of greater love actually to lay down the other man's life for our own needs? ഇല്ലേ? അബോർഷൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ചോയ്സിന് വേണ്ടിയിട്ട്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന് വേണ്ടിയിട്ട്, എൻ്റെ മറ്റ് പല മോഹങ്ങൾക്കും വേണ്ടിയിട്ട് നിന്നെ, ഈ ഭ്രൂണത്തെ, മറ്റൊരു ഇൻഡിവിജ്വലിനെ ഞാൻ കൊല്ലുന്നു. ഇതല്ലേ അബോർഷൻ? isn't this against or isn't this opposite to the greatest love? യോഹന്നാൻ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും വേണ്ടിയാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. അബോർഷൻ മറ്റൊരാളുടെ ജീവനെ മോഷ്ടിക്കുന്നു, കൊല്ലുന്നു, നശിപ്പിക്കുന്നു. കള്ളൻ്റെ പരിപാടിയാണ്. ഈശോ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുമ്പോൾ ഇറ്റ് ഈസ് അവർ മോറൽ ഡ്യൂട്ടി ടു സ്പീക്ക് ഫോർ ദ വോയിസ്ലെസ്, ടു സ്പീക്ക് ഫോർ ദി അൺബോൺ. മറ്റൊരു ജീവനെ ഹനിക്കുന്ന എന്തും ഇറ്റ് ക്യാൻ നെവർ എവർ എവർ ബി ലേബിൾഡ് ആസ് എ ചോയ്സ്. സ്ലേവറി വാസ് വൺസ് എ ചോയ്സ്. ഹോളോകോസ്റ്റ് വാസ് വൺസ് എ ചോയ്സ്. നൗ അബോർഷൻ ഇസ് ഓൾസോ എ ചോയ്സ്. ഐ എം ആസ്കിങ് യു, ഇസ് ഇറ്റ് മോറൽ? നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പൊക്കിൾക്കൊടിയുണ്ട്.
a belly button. It is a physical sign that we were also once a fetus inside the mother's womb, our mother's womb. അതൊന്നിനും കൂടെ തെളിവാണ്. നമ്മളുടെ അമ്മമാർ നമ്മൾക്ക് വേണ്ടി എടുത്ത സാക്രിഫൈസിൻ്റെ ഒരു മുദ്ര കൂടിയാണ് ആ ഒരു പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്. സീക്രറ്റ്ലി ദേ സൈലൻ്റ്ലി പ്രൊക്ലെയിം മൈ ബോഡി ഈസ് ഗിവൺ അപ്പ് ഫോർ യു. എൻ്റെ ശരീരത്തിൽ നീ വളരുമ്പോൾ എൻ്റെ പല ആഗ്രഹങ്ങൾ ഞാൻ ഗിവപ്പ് ചെയ്യുന്നു, എൻ്റെ പല മോഹങ്ങൾ ഞാൻ ഗിവപ്പ് ചെയ്യുന്നു. ഐ എം അണ്ടർഗോയിങ് എ സാക്രിഫൈസ്. തീർച്ചയായിട്ടും അതെ, അതൊരു ബുദ്ധിമുട്ടുള്ള സാക്രിഫൈസ് ഉള്ള വളരെ പുണ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മദർഹുഡ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈശോയും പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് മൈ ബോഡി വിച്ച് വിൽ ബി ഗിവൺ അപ്പ് ഫോർ യു. അപ്പോൾ അബോർഷൻ എന്ന് പറയുന്നത് ഐ ലേ ഡൗൺ യുവർ ബോഡി ഫോർ ദ ചോയ്സസ് ഓഫ് മൈ ബോഡി എന്ന് പറയുന്നത് isn't this against Jesus Christ, the Lord of life? Think about it. Be the voice of the voiceless. Thank you.